കൂട്ടുകാരി, ഈ ഒരു പേര് കണ്ടോ? നമുക്ക് ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുമ്പ് കൃഷിഭവനിൽ നിന്ന് എയർലെയർ ചെയ്ത് കിട്ടിയ പ്ലാന്റ് ആയിരുന്നു ഇത്. ഇതൊരു കിൻഡൽ ഗുവയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു പേര് നിറച്ച് കായ്കളുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പേരൊക്കെയാണ് കേട്ടോ ഈ ഒരു പേരയിൽ ഉണ്ടാവുന്നത്. അപ്പം ഈ ഒരു പേരയുടെ വീഡിയോ ഞാനിപ്പോൾ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എയർലെയറിങ് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് പല ആൾക്കാർക്കും അറിയില്ല. ഒരുപാട് പേരോട് ഞാനിപ്പോൾ ജെയ്ഡുവനൊക്കെ വാങ്ങിക്കുന്ന കാര്യമാണെങ്കിലും ലെയർ ചെയ്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ലെയറിങ്ങോ അതെന്താണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ലെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കായ്ബൽ ഉണ്ടാകും കേട്ടോ. ലെയർ ചെയ്ത പ്ലാന്റിൽ പെട്ടെന്ന് കായ്ബൽ ഉണ്ടാവും. നമുക്ക് പണ്ട് ബഡിങ്ങും ക്രാഫ്റ്റിങ്ങും മാത്രമായിരുന്നു എല്ലാവരും ഇങ്ങനെ പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ലെയറിങ് സിമ്പിളായിട്ട് പഠിക്കാം. എല്ലാവരെ കൊണ്ട് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പൊ ലെയറിങ് എങ്ങനെയാണെന്ന് ആവശ്യമുള്ളവർ കണ്ടു നോക്കാം. ആവശ്യമുള്ളവരല്ല, എല്ലാവരും മസ്റ്റായിട്ട് ലെയറിങ് ഒക്കെ പഠിച്ചെടുക്കുക. നമ്മുടെ വീട്ടിലുള്ള ചെടികളിൽ തന്നെ നമുക്കിത് പരീക്ഷിക്കാവുന്നതാണ്. സക്സസ് ആകും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം അത്രയും സിമ്പിളാണ് ലെയറിങ് എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെയർ ചെയ്ത് വെച്ച പ്ലാന്റിന് നമുക്ക് എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് ദിവസത്തിൽ ഒരു തവണയെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം നല്ല ചൂടല്ലേ. അപ്പൊ ആ മണ്ണൊക്കെ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത്ര മാത്രമേ ഉള്ളൂ.